ദൈവത്തിൻ്റെ അതിപരിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. 2023 അവസാന ദിവസത്തിൻ്റെ പ്രഭാതത്തിൽ നമ്മൾ ഒരുമിച്ച് ആരാധനാലയത്തിലായിരിക്കുന്നു. ഇന്ന് സന്ധ്യയെങ്കിലും നമുക്ക് പ്രത്യേകമായിട്ടുള്ള കൂടിവരവുകളും ആരാധനാനുഭവങ്ങളും പരിശുദ്ധ കുർബാനയുണ്ടല്ലോ. വൈകുന്നേരം 9:30 മുതൽ നമുക്ക് ആലയത്തിൽ വന്നിരുന്ന് പ്രാർത്ഥിപ്പാനുള്ള സമയമാണ്. 10 മണിക്ക് പ്രത്യേക മധ്യസ്ഥ പ്രാർത്ഥനകൾ, ഗാന ശുശ്രൂഷ, തുറന്ന് വചന പ്രഘോഷണം. 12 മണിക്ക് വിശുദ്ധ കുർബാന ആരംഭിക്കും. വീട്ടിലിരുന്ന് ഉറങ്ങാതെ ദൈവം ഒരു വർഷം കൂടെ തരുമ്പോൾ ആരാധനാലയത്തിൽ വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ തക്കവണ്ണം കുഞ്ഞുങ്ങളടക്കം എല്ലാവരും വരണം എന്നുള്ളത് പ്രത്യേകിച്ച് ഈ അവസരത്തിൽ അറിയിക്കുന്നു. ഇന്ന് അല്പസമയത്തെ വചനധ്യാനത്തിനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളെ ഒന്നുകൂടെ നമുക്ക് വായിക്കാം. ഒരാൾക്ക് വായിക്കാം. പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, വിശുദ്ധനായി അങ്ങേ സ്തുതിപ്പാൻ, ആരാധിപ്പാൻ ഇന്ന് ഈ പരിശുദ്ധ ദിവസത്തിൻ്റെ പ്രഭാതത്തിൽ ഞങ്ങൾക്ക് നൽകിയ സമയത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം കരയേറ്റുന്നു. ദൈവമായ കർത്താവേ, നിങ്ങൾ വചനത്തിൽ ധ്യാനിക്കുമ്പോൾ ഇനി ഞങ്ങളോട് സംസാരിക്കണമേ, ഞങ്ങളോട് ഹൃദ്യമായി ഇടപെടണമേ കർത്താവേ. ഞങ്ങളുടെ ജീവിതത്തെ ഒന്ന് ക്രമീകരിക്കണമേ കർത്താവേ. നിൻ്റെ കൃപയാൽ ഈ നാളുകളെ ഞങ്ങളെ ബലപ്പെടുത്തിയാട്ട് ഇന്ന് കർത്താവിൻ്റെ വചനം വ്യാഖ്യാനിപ്പാൻ തക്കവണ്ണം ബലഹീനദാസനായിരിക്കുന്ന അടിയനോടത്തെ അഭിഷേകവും പരിജ്ഞാനവും തരണമേ. ജനത്തെ അവിടുന്ന് ശക്തീകരിച്ചാട്ട് സമർപ്പിക്കുന്ന കർത്താവേ, നന്മകളാൽ നിറച്ചാട്ട് യേശു നാമത്തെ അടിയങ്ങളുടെ പ്രാർത്ഥന ദയവുണ്ടായി കേൾക്കുമാറാകണമേ. നമ്മൾ വായിച്ചു കേട്ടത് ഗിരിപ്രഭാഷണമാണ്, മലമേലുള്ള പ്രസംഗമാണ്. ഇത് കർത്താവിൻ്റെ നയപ്രഖ്യാപന പ്രസംഗമായിട്ട് വേദപുസ്തക പണ്ഡിതന്മാർ പറയുന്നുണ്ട്. ഒരു ഭരണത്തലവൻ ചുമതല ഏൽക്കുമ്പോൾ നയപ്രഖ്യാപന പ്രസംഗം നടത്താറുണ്ട്. നമ്മൾ ഗവർണർമാർ നയപ്രഖ്യാപന പ്രസംഗം നടത്തുന്ന കണ്ടിട്ടുണ്ട്. നമ്മുടെ രാഷ്ട്രത്തിൻ്റെ തലവന്മാരൊക്കെ അങ്ങനെയുള്ള പോളിസി മേക്കിംഗ് അതവരുടെ ലീഡർഷിപ്പിൻ്റെയും ഭരണത്തിൻ്റെയും ഭാഗമാണ്. അതുകൊണ്ട് യേശു കർത്താവ് തൻ്റെ ശുശ്രൂഷ ആരംഭിക്കുമ്പോൾ തൻ്റെ ഒരു നയപ്രഖ്യാപന പ്രസംഗമാണ് ഈ ഗിരിപ്രഭാഷണത്തിലൂടെ ലോകത്തോടെ പറയുവാൻ ശ്രമിക്കുന്നത്. എസൻസ് ഓഫ് ക്രിസ്ത്യൻ ടീച്ചിങ്, ക്രിസ്ത്യമായ പഠിപ്പിക്കലുകളുടെ എല്ലാം ഒരു ആകത്തുക ഈ ഗിരിപ്രഭാഷണത്തിൽ നമ്മൾ വായിച്ചു കേട്ട വേദവാക്യങ്ങളിലേക്ക് നമുക്ക് നോക്കിയാൽ പഠിക്കാനുണ്ട്, വായിക്കാനുണ്ട്. ഇറ്റ് ഈസ് എ മാഗ്ന കാർട്ട ഓഫ് കിങ്ഡം ഓഫ് ഗോഡ്. ദൈവരാജ്യത്തിൻ്റെ മാഗ്ന കാർട്ട എന്നാണ് ഗിരിപ്രഭാഷണത്തെക്കുറിച്ച് പറയുന്നത്. കർത്താവ് ശിഷ്യന്മാരെ വിളിച്ച് അഭിഷേകം ചെയ്തതിന് ശേഷം നടത്തുന്ന ഓർഡിനേഷൻ സ്പീച്ചാണ്, അഭിഷേക പ്രസംഗമാണ് നമുക്കിവിടെ വായിക്കുവാൻ സാധിക്കും. അതുകൊണ്ട് ഇതിന് ഒത്തിരി പ്രത്യേകതകളുണ്ട് എന്നുള്ളതും നമ്മൾ വായിക്കുന്ന കാര്യമാണ്. ഇവിടെ നമ്മൾ വായിക്കുമ്പോൾ ശ്രദ്ധിച്ച് വായിക്കണം. ഇത് വലിയ അപകടം പിടിച്ച ബൈബിൾ വാക്യങ്ങളാണ്. ഇതൊരു 5-8 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഓരോന്നും ഓരോ പ്രസംഗ വിഷയമാണ്. ഞാൻ എല്ലാം ഒന്ന് പരാമർശിച്ച് പോകുന്നേ ഉള്ളൂ അല്പസമയത്തിനുള്ളിൽ. ഇവിടെ നമ്മൾ വായിക്കുന്നു, ഗുരു ഇരുന്നിട്ടാണ് പ്രസംഗിക്കുന്നത്. സാധാരണ നമ്മുടെ പ്രസംഗ രീതിയിലൊക്കെ നമുക്കത്ര പരിചയമുള്ളത്. എന്നാൽ ഭാരതീയ പാരമ്പര്യം അനുസരിച്ച് സത്സംഗങ്ങൾ നടക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം, ഗുരുക്കന്മാർ ഇരുന്നിട്ടാണ് അവർ പ്രബോധനം ജനത്തിന് കൊടുക്കുന്നത്. അവർക്ക് പ്രത്യേക പീഠമുണ്ട്. ആ പീഠത്തിന്മേൽ അവർ ആരൂഢരായി തീർന്നതിന് ശേഷമാണ് ജനത്തോടെ സംസാരിക്കുക. അതാണ് ഒരു ഭാരതീയ പാരമ്പര്യത്തിലുള്ള ഗുരു സംസ്കാരം തന്നെയാണ് ഈ മധ്യേഷ്യയിലും നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഇരുന്നു കൊണ്ട് ജനത്തോട് പറയുവാൻ ശ്രമിക്കുന്ന ഒരു സംഭാഷണ രീതിയാണ്. വെസ്റ്റേൺ ഇമ്പാക്റ്റിലാണ് ഈ ചാടിമറിയുന്ന പ്രസംഗമൊക്കെ നമുക്ക് വന്നത്. വലിയ കഥയൊന്നുമില്ല ചാടി മറിഞ്ഞിട്ടൊന്നും. ജനത്തിന് മാനസാന്തരം വരാതെ നമ്മൾ എന്നോ സർക്കസ് കാണിച്ചിട്ടും വലിയ കാര്യമൊന്നുമില്ല. വളരെ പതുക്കെ മൃദുലമായിട്ട് പറയുമ്പോഴും ഹൃദയത്തിനകത്ത് തൊട്ടിട്ടുണ്ടെങ്കിൽ, അതൊരു പരിവർത്തനത്തിലേക്ക് നമ്മളെ നയിച്ചിട്ടുണ്ടെങ്കിൽ ആ പ്രസംഗത്തിന് വലിയ പ്രസക്തിയുണ്ട്. ഇന്ന് ചാടി മറിയലിനെയൊക്കെ ഞാൻ കളിയാക്കാനൊന്നും ശ്രമിക്കുകയല്ല. ഇന്ന് അതൊക്കെ മാത്രമേ വലിയ ബഹളത്തോടും ഗംഭീരമായിട്ടും നടക്കുന്നുള്ളൂ, അല്ലേ? വലിയ പവർ മൈക്കുകളൊക്കെ കൊണ്ടുവന്നിട്ട് തകർക്കുകയാണ്, അല്ലേ? ഹൃദയം പൊട്ടുന്ന അനുഭവത്തിലാണ്. ശബ്ദം എല്ലാം കൂടെ വരുമ്പോഴത്തേന് നമ്മൾ വിചാരിക്കും ഏതാണ്ട് നമ്മൾ വലിയ ഡോൾബി തിയേറ്ററിനകത്തിരിക്കുന്ന അനുഭവമാണ്. ഒന്നുമില്ല, ഇറങ്ങിക്കഴിയുമ്പോൾ എല്ലാം തീർന്നു, അല്ലേ? നൃത്തം അവസാനിക്കുമ്പോൾ ഉണർവ് തീരുന്നുണ്ടെങ്കിൽ നമ്മുടെ ഉണർവിന് പ്രശ്നമുണ്ട്. നൃത്തം അവസാനിച്ചാലും
ഈ പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഉണർവിൻ്റെ ആത്മീയ ഫലങ്ങളെ പുറപ്പെടുവിക്കുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കണമെന്നുള്ളതാണ് നമ്മളെ ദൈവത്തിൻ്റെ വചനം ഓർമ്മിപ്പിക്കുന്നത്. നൃത്തം കഴിയുമ്പോൾ നമ്മുടെ ഉണർവ് കഴിഞ്ഞല്ലേ, അത്രയേ ഉള്ളൂ. ഭയങ്കര ആത്മാവിലായിരുന്നാണ് പറയുന്നത്. എന്നാൽ നൃത്തം കഴിയുമ്പോഴും പോകുന്ന വഴികളിൽ ആത്മാവിൻ്റെ ഫലങ്ങളെ പുറപ്പെടുവിക്കുന്നതിനാണ് യഥാർത്ഥ ഉണർവുള്ള ക്രിസ്ത്യാനി എന്ന് നമ്മൾ തിരിച്ചറിയണം. പ്രിയമുള്ളവരെ, വേദപുസ്തകമൊക്കെ വല്ലാതെ വ്യാഖ്യാനിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഈ തെറ്റായ പഠിപ്പിക്കലിലേക്കൊക്കെ നമ്മൾ ആകർഷിക്കപ്പെട്ടു പോകുന്നത് എന്നുള്ളതാണ് സങ്കടമെന്ന് പറയുന്നത്. അതുകൊണ്ട് ഗുരു ഇരുന്ന് പഠിപ്പിച്ചു എന്ന് പറയുന്നത് ഒരു കൾച്ചറിൻ്റെ ഭാഗമാണ്. അതാണ് ഞാൻ പറയുവാൻ ശ്രമിച്ചത്. ഗുരു സാസ്യത്തിൽ ഇരുന്നാലേ നമുക്ക് സ്വസ്ഥത കിട്ടുകയുള്ളൂ എന്നാണ് പറയുന്നത്. ഇപ്പോൾ എനിക്കൊരു സ്വസ്ഥതയുണ്ടെങ്കിൽ നിങ്ങൾക്കും ഒരു സ്വസ്ഥതയുള്ള രീതിയിൽ കാര്യങ്ങൾ പറയാൻ പറ്റത്തുള്ളൂ, അല്ലേ? നമ്മൾ പറയാം നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടാകട്ടെ. ഇത് പിന്നെ അച്ഛൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതല്ല, അതുകൊണ്ട് കുഴപ്പമില്ല. ഇതാരുടേതാണ്? തമ്പുരാൻ കർത്താവിൻ്റെയാണ്, അല്ലേ? നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടാകട്ടെ എന്ന് പറയുന്നത് യേശു കർത്താവ് ലോകത്തോട് ആശംസിച്ചതാണ്, ദൈവവചനത്തിൽ പറയുന്നതാണ്. അതാണ് പറയുന്നത്. പോകുമ്പോൾ അതും കൊണ്ടേ പോകാതെ വിടുന്നല്ലേ. എന്നാ കൊണ്ടുപോകണം? സമാധാനമായിട്ട് ഇവിടുന്ന് പോകണം. സമാധാനമില്ലാതെ ഞാൻ അലഞ്ഞു, അല്ലേ? യേശു സമാധാനമായി എൻ്റെ അരികിൽ വന്നു. ഇന്ന് സമാധാനമില്ല കൊച്ചു കുഞ്ഞിന് പോലും. കാരണം ഇത്രയും കെട്ട് ബുക്കും ഇത്രയും വലിയ ഭാരവും, അല്ലേ, ചുമലിലിട്ടുകൊണ്ടാണ് അവരൊക്കെ ഇപ്പോഴേ കൂനി തുടങ്ങിയെന്നാണ് പറയുന്നത്, അല്ലേ? ഇപ്പോൾ നമ്മളൊരു 70-80 കഴിഞ്ഞിട്ടായിരിക്കാം കൂനിയൊക്കെ തുടങ്ങി. പിള്ളേരിപ്പോഴേ കൂനി തുടങ്ങി. എന്നാ കാരണം? പുറത്ത് കിടക്കുന്ന സാധനത്തിൻ്റെ വെയിറ്റ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ സിലബസുകൾ വർദ്ധിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്, അല്ലേ? പഠിച്ച് പിള്ളേർ പറയുന്നത് വട്ട എന്നാണ് പറയുന്നത് അച്ഛന്മാരോട്, അല്ലേ? ഭ്രാന്തായി പോകുന്ന അനുഭവങ്ങൾ. പഠിക്കണ്ടെന്നൊന്നുമല്ല പറയുന്നത്. നമ്മുടെ ജീവിതത്തിൻ്റെ ക്രമീകരണങ്ങളിൽ നമ്മളെങ്ങനെയാണ് ഇന്ന് കാര്യങ്ങൾ മനസ്സിലാക്കി മുമ്പോട്ട് പോകുന്നത്? ഗുരു സാസ്യത്തിലിരുന്നാൽ സ്വസ്ഥത കിട്ടുകയുള്ളൂ എന്ന് പറയുന്നതിൻ്റെ കാര്യം, സ്വസ്ഥതയോടുകൂടെ ഇരുന്നാൽ കാര്യങ്ങൾ അല്ലെങ്കിൽ പൊട്ടിത്തെറികളുണ്ടാകും, അല്ലേ? ചിലരൊക്കെ എന്നാ പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്നത് നിങ്ങളുടെ മുമ്പിലിരിക്കുന്ന റീസണല്ല, പുറകിൽ പല കാര്യങ്ങൾ കാണും. വീട്ടിൽ നിന്ന് ഭാര്യയായിട്ട് വഴക്കുണ്ടാക്കിയിട്ട് വന്നായിരിക്കാം, അയൽക്കാരനുമായിട്ട് പ്രശ്നം ഉണ്ടാക്കിയിട്ട് വന്നായിരിക്കാം, പിള്ളേർ കാണിച്ച അനുസരണക്കേടായിരിക്കും. എവിടെയെങ്കിലും കൊണ്ട് ഇതൊന്ന് പൊട്ടണം, അല്ലേ? പ്രഷർ കുക്കർ ചീറ്റുന്ന പോലെ ഇത് എവിടെയെങ്കിലും ഒന്ന് ചീറ്റിയെങ്കിൽ മാത്രമേ എന്തോ ഉള്ളൂ, ഒരാശ്വാസം നമുക്ക് അനുഭവിക്കുവാൻ സാധ്യമായി തീരുകയുള്ളൂ. കർത്താവിനെന്ന് പറയുകയാണ് ഇവിടെ. നമ്മൾ ശ്രദ്ധിച്ചാട്ട് സ്വാഗത പ്രസംഗവും ഇല്ല, നന്ദി പ്രകടനവും ഇല്ല, ഒരു പരിപാടിയില്ല. കർത്താവ് നേരെ പ്രബോധനത്തിലേക്ക് പ്രവേശിക്കുകയാണ്. കാരണം കർത്താവിനറിയാം ഈ സ്വാഗത പ്രസംഗമൊക്കെ വലിയ അപകടമാണ്. കാരണം ക്രിസ്തുവിനേക്കാളും വലിയ ആളാക്കി കളയും വരുന്ന ആളെ. അതാണ് ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത്. വല്ലാതെ പൊക്കുക, അല്ലേ? വല്ല പിള്ളേരുടെ ഭാഷയെ പറഞ്ഞാൽ തള്ളി കയറ്റിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ, അല്ലേ? അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ആവശ്യമുള്ള കാര്യങ്ങൾ ന്യായമായത് പറയണ്ടെന്നല്ല പറയുവാൻ ശ്രമിച്ചത്. കർത്താവിനേക്കാളിലും പ്രമുഖൻ ഒരുത്തനുമില്ല നമ്മുടെ മീറ്റിങ്ങിൽ, അല്ലേ? ഇന്ന് യേശുവിനേക്കാളിലും പ്രമുഖനാണെന്നുള്ള രീതിയിലാണ് ചിലരെയൊക്കെ നമ്മൾ അവതരിപ്പിക്കുവാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് കർത്താവ് നടന്ന പ്രഭാഷണത്തിലൊന്നും സ്വാഗത പ്രസംഗവും ഇല്ല, കൃതജ്ഞതയില്ല. വേണ്ടെന്നല്ല ഞാൻ പറയും, അതിന് നമ്മുടെ മര്യാദയുടെ ഭാഗം. ഇന്ന് ചിലപ്പോൾ അതൊക്കെ പലപ്പോഴും വഴിതെറ്റിപ്പോകുന്ന അനുഭവങ്ങളാണ് ഇത്. ഇത് അഷ്ടഭാഗ്യങ്ങളാണ്. നമ്മൾ ഭാരതീയ പാരമ്പര്യത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ അഷ്ടം എന്ന് പറയുന്നതിന് ഒത്തിരി കാര്യങ്ങളുണ്ട് എന്നുള്ളതാണ്. ബുദ്ധൻ അഷ്ടവാഹത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്, പരമഹംസൻ അഷ്ടബന്ധങ്ങളെക്കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്, ആയുർവേദത്തിലാണ് അഷ്ടവൈദ്യമുണ്ട്, സംഗീത രാഗത്തിൽ അഷ്ടപതി രാഗം ഒരു സോപാന സംഗീതമാണ്. അഷ്ടദിക്കുകളുണ്ട് ഭാരതീയ പാരമ്പര്യം അനുസരിച്ച്. അതുകൊണ്ട് അഷ്ടം ഒരു പ്രത്യേക നമ്പറാണ്. വേദപുസ്തകത്തിൽ അതിന് പ്രത്യേകതയുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഈ അഷ്ടഭാഗ്യങ്ങൾ പഠിക്കുമ്പോൾ, മലമുകളിലെ പ്രസംഗം, ഗിരിപ്രഭാഷണം പഠിക്കുമ്പോൾ നമുക്ക് ചിന്തിപ്പാൻ തക്കവണ്ണം സാധിക്കും. ബുദ്ധൻ എന്ന പേര് വരാൻ കാരണം പറയുന്നത് ബദ്ധനല്ലാത്തവനായി തീർന്നത് കൊണ്ടാണ് ബുദ്ധൻ എന്നുള്ള പേരിലേക്ക് സിദ്ധാർത്ഥൻ, ഗൗതമൻ ബുദ്ധനായി തീരുന്നത്. എന്ന് പറഞ്ഞാൽ ഈ ജീവിതത്തിൻ്റെ കാമനകൾക്ക് പുറത്ത് കയറി അതിനെ മെരുക്കി യാത്ര ചെയ്യുവാൻ കഴിവുള്ളവനാണ്. അവൻ വിചാരിക്കുന്നിടത്ത് അവൻ നിൽക്കും, അവൻ ചിന്തിക്കുന്നിടത്ത് അവൻ നിൽക്കും. നോ പറയേണ്ടിടത്ത് അവന് നോ പറയാൻ പറ്റും, യേസ് പറയേണ്ടിടത്ത് അവൻ യേസ് പറയാൻ പറ്റും. എനിക്കൊരു കാര്യം എത്ര പ്രലോഭനമുള്ളത് എൻ്റെ മുമ്പിൽ വെച്ചാൽ ഞാൻ ആ കോംപ്രമൈസ് ആകത്തില്ല അതിനോട്. ഇതിനാണ് യോഗിക് മൈൻഡ് എന്ന് പറയുന്നത്. ഇതിനാണ് യോഗിയുടെ മനസ്സ്, സന്യാസിയുടെ മനസ്സെന്ന് പറഞ്ഞാൽ ഇതാണ്. നിർത്തേണ്ടതിന് നിർത്തേണ്ടിടത്ത് നിർത്തുന്നവനാണ്. നമ്മളിതിനൊക്കെയാണ് നോമ്പ് നോക്കുന്നത്, അല്ലേ? നമ്മുടെ ജീവിതത്തിൽ ചില നിയന്ത്രണങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടി. നമുക്കിഷ്ടപ്പെട്ട ഏതെങ്കിലും ഭക്ഷണം കണ്ടാൽ നമ്മൾ മാറി നിൽക്കുമോ, അല്ലേ? നമുക്കിഷ്ടപ്പെട്ട ഒരു കട കണ്ടാൽ നമ്മൾ കയറാതിരിക്കുമോ? നമ്മളെ ഒന്ന് വിളിച്ചാൽ മതി, നമ്മളെ ഇതൊന്ന് ഇങ്ങനൊന്ന് കാണിച്ചാൽ മതി, നമ്മളതിൻ്റെ പുറകെ അങ്ങ് പോകും, അല്ലേ? അതിൻ്റെ മണം പിടിച്ച് ചിലപ്പോൾ നമ്മളതിലേക്ക് കയറിപ്പോകുന്ന അവസ്ഥകൾ ഉണ്ടാകും. എന്നാൽ അങ്ങനെയല്ല എന്നുള്ളതാണ് ഈ ഭാഗം നമ്മളെ പഠിപ്പിക്കുന്നത്. ഒന്നാമത് പറയുന്നത് ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ. അവർക്ക് എന്നാ ഉണ്ടെന്നാണ് പറയുന്നത്? സ്വർഗരാജ്യം അവർക്കുള്ളത്.
ആത്മാവിൻ്റെ ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ നിന്നുള്ളതല്ലാതെ ഒന്നും എനിക്കില്ല. അല്ല, ഞാൻ ദരിദ്രനാണ്, ദൈവം എനിക്ക് തരുന്നതുകൊണ്ടാണ് ഞാൻ ഈ സമ്പന്നതയുടെ അനുഭവം. ദൈവത്തെ മറന്നാൽ പിന്നെ നമ്മൾ ജീവിതത്തിൽ ഒന്നുമല്ല എന്നുള്ളതാണ് പറയുന്നത്. ആത്മാവിൻ്റെ അനുഗ്രഹം വരുമ്പോഴാണ് നമ്മൾ കരുണയുള്ളവരായി തീരുന്നത്. ആത്മാവിൻ്റെ അനുഗ്രഹം വരുമ്പോഴാണ് നമ്മൾ സ്നേഹമുള്ളവരായി തീരുന്നത്. അതുകൊണ്ട് ആത്മാവിൻ്റെ ദാരിദ്ര്യം ഈ നാളുകളിൽ നമ്മൾ ഒത്തിരി അനുഭവിക്കുന്ന സാഹചര്യം. ഒന്നിലും പരിധി വിട്ട് സന്തോഷിക്കത്തില്ല. ആത്മാവിൽ അഭിഷേകം ചെയ്യപ്പെടുന്നവർ അവർ ദുഃഖിക്കത്തുമില്ല. ഒന്നിലും നമ്മൾ പരിധി വിട്ട് സന്തോഷിക്കുകയും വേണ്ട, ദുഃഖിക്കുകയും വേണ്ട. ഇതെല്ലാം കുഴപ്പമാണ്. ചില വിജയങ്ങൾ വരുമ്പോൾ നമ്മൾ അഹങ്കരിക്കും. ഞാനാണ് ഈ ഇടവയിൽ ഏറ്റവും വലിയ മിടുക്കൻ, എന്നെ കഴിഞ്ഞിനി എൻ്റെ പിള്ളേരാണ് ഈ ഇടവയിൽ ഏറ്റവും വലിയ മിടുക്കർ. ആയിക്കോട്ടെ, എൻ്റെ പിള്ളേർ മാത്രമേ ഉള്ളൂ മിടുക്കർ, ബാക്കി എല്ലാവരും വെറുതെ പള്ളിയിൽ വന്നിട്ട് പോകുന്ന. കഴിവ് ദൈവം തന്നിട്ടുണ്ട് അഹങ്കരിക്കാനല്ല, മറ്റുള്ളവരെ ചേർത്ത് നിർത്തുവാൻ, മറ്റുള്ളവരെ കൂടെ നിർത്തുവാൻ, അവരെ കൂടെ ഒന്ന് വ്യക്തിത്വം ഉള്ള ആളുകളായിട്ട് വളർത്തിക്കൊണ്ട് വരുന്നതിനാണ് ദൈവം നമുക്ക് കഴിവുകളെ തരുന്നത്. അല്ലാതെ അവരെ പുച്ഛിച്ച് തള്ളുന്നതിന് വേണ്ടിയാണ്. ഗായക സംഘം പാടുമ്പോൾ നമുക്കറിയാം, അവർ ഒരുമിച്ച് നിന്നാ പാടുന്നത്, അല്ലേ? ഒരുമിച്ചാ പാടുക. ഒരുമിച്ച് പാടുമ്പോൾ ആരുടെയും പാട്ട് അതിൻ്റെ മുകളിൽ പോകാൻ പാടില്ല, അല്ലേ? അത് ഒരുമിച്ച് പാടുമ്പോഴാണ് അതിന് ഗായക സംഘം എന്ന് പറയുന്നത്, അല്ലേ? ഗായക സംഘത്തിൽ നിന്ന് സോളോ പാടിയാൽ അത് ഗായക സംഘമാകുമോ? ഒരിക്കലും ആകത്തില്ല, അല്ലേ? നമ്മൾ ഒരുമിച്ച് ചേർന്ന് ഒരുമിച്ച് താളത്തോടുകൂടെ അല്പം കുറവുള്ളവനെ കൂടെ ഉൾക്കൊണ്ട് പാടുമ്പോഴാണ് ദൈവം തന്ന നമ്മുടെ കഴിവുകളൊക്കെ ദൈവിക ദാനങ്ങളായിട്ട് തീരുന്നത്. അല്ല തലമണ്ട അടിച്ചിരുത്തുകയും പരിഹസിച്ച് പുച്ഛിച്ച് മാറ്റി നിർത്തുകയും ചെയ്യുന്നിടത്തല്ല കർത്താവിൻ്റെ ശുശ്രൂഷ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മുടെ ജീവിതത്തിലൊക്കെ സംഭവിക്കുന്ന പരാജയം അത് തന്നെയാണ്. ഒന്നിലും നമ്മൾ പരിധി വിട്ട് സന്തോഷിക്കുകയും വേണ്ട, ദുഃഖിക്കുകയും വേണ്ട. ക്ഷണികതയുള്ളതാണ് ജീവിതം. ഇപ്പോൾ തന്നതിൽ തൃപ്തിയുള്ള ജീവിതത്തെക്കുറിച്ചാണ് പറയുന്നത്. തന്നതിൽ സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റുന്നുണ്ടോ? തൃപ്തിയോടെ ജീവിക്കാൻ പറ്റുന്നുണ്ടോ? ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. രണ്ട് എന്നാണ് പറയുന്നത്? ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർക്ക് അവർക്ക് എന്നാ കിട്ടുമെന്നാണ് പറയുന്നത്? അവർക്ക് ആശ്വാസം കിട്ടും. ദുഃഖിക്കുന്നവർ, കരയുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ആശ്വാസം ലഭിക്കും. യേശു കരയുന്നുണ്ട് വേദപുസ്തകത്തിൽ, അല്ലേ? ചില വേദഭാഗങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ലാസറിന്റെ കല്ലറയിൽ കർത്താവ് കരയുന്നുണ്ട്. ജെറുസലേം പട്ടണത്തെ നോക്കിയിട്ട് കർത്താവ് കരയുന്നുണ്ട്. ഗസമനയിൽ ഉള്ളം കലങ്ങി കർത്താവ് ഭാരപ്പെടുകയും വിലപിക്കുകയും ചെയ്യുന്നതൊക്കെ നമ്മൾ വായിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് നാം കരയാൻ ചില കാരണങ്ങളുണ്ട്. എന്നതിനെക്കുറിച്ച് ഓർത്താ കരയേണ്ടത്. സീരിയലിൻ്റെ മുമ്പിൽ കരയുന്നതിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. സാരിക്കടയുടെ മുമ്പിൽ പോകുമ്പോൾ ഭർത്താവിന് മുമ്പിൽ കിടന്ന് നെഞ്ചത്തടിച്ച് അടിച്ച് കരയുന്നതിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. നമുക്ക് കരയാൻ പല കാരണങ്ങൾ ജീവിതത്തിലുണ്ട്. അനുതാപത്തിൻ്റെ കരച്ചിലുകൾ ഈ നാളുകളിൽ നമുക്കുണ്ടാകണം. 2023 അവസാനിക്കുമ്പോൾ പ്രിയമുള്ളവരെ, ഒന്ന് അനുതപിച്ച് ഒന്ന് പൊട്ടിക്കരയുവാൻ ഈ നാളുകളിൽ നമുക്ക് സാധിക്കുന്നുണ്ടോ? അതുകൊണ്ട് അനുതാപത്തിൻ്റെ കരച്ചിലുകൾ ഉണ്ടാകുമ്പോൾ നമ്മുടെ ജീവിതത്തിന് ചില ആശ്വാസങ്ങളുണ്ടാകും. വല്ലപ്പോഴുമൊക്കെ ഒന്ന് കരയണം. എപ്പോഴും ഇങ്ങനെ മസലടിച്ചൊന്നും ഒന്നും പറ്റത്തില്ല. ബാത്റൂമിൽ കയറിയാൻ കരഞ്ഞോണം, ഒരു കുഴപ്പമില്ല, ആരും കാണത്തില്ല. എന്തെല്ലാം സങ്കടങ്ങളുണ്ടല്ലേ ജീവിതത്തിൽ. മറ്റുള്ളവൻ്റെ മുമ്പിൽ ചിലപ്പോൾ കരയാൻ നമുക്ക് പ്രയാസമായിരിക്കും. എന്നാൽ ദൈവത്തിന് മുമ്പിൽ സർവശക്തനായ ദൈവത്തിന് മുമ്പിൽ നമുക്ക് അനുതാപത്തോടെ നമ്മുടെ കുറവുകളെ ഏറ്റുപറഞ്ഞ് കരയുവാൻ തക്കവണ്ണം സാധിക്കണം. സാധാരണ ചിലപ്പോൾ നമ്മൾ പറയും സ്ത്രീകൾ മാത്രമാണ് കരയാൻ മുമ്പിൽ നിൽക്കുന്നതല്ല. പുരുഷന്മാർ ഹൃദയത്തിനകത്ത് കരയുന്ന ആളുകളാണ്, പുറം ലോകം കാണുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് കരയുമ്പോൾ എന്താണ് ലഭിക്കുന്നത്? ആശ്വാസം ലഭിക്കും. നമുക്കൊരു ആശ്വാസം ലഭിക്കുന്ന അനുഭവമാണ്. നമ്മുടെ ഹൃദയത്തിൻ്റെ ഭാരങ്ങളെ ദൈവത്തിൻ്റെ സന്നിധിയിൽ പകരുമ്പോൾ ആശ്വാസം ലഭിക്കുന്നതിനെക്കുറിച്ചാണ് പറയുന്നത്. മൂന്നെന്നാ പറയുന്നത്? സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്കെന്താ കിട്ടും? അവർ ഭൂമിയെ അവകാശമാക്കും. കയ്യിലിരിപ്പൊക്കെ ശരിയാണെങ്കിൽ മര്യാദയ്ക്കൊക്കെ ഭൂമിയിൽ ജീവിക്കാം. അല്ലെ പല്ലിൻ്റെ എണ്ണം കുറയും, എല്ലിൻ്റെ എണ്ണം കൂടും. സൗമ്യതയുള്ളവർ ചിലപ്പോൾ ആളുകൾ നേരത്തെ തല്ലിക്കൊല്ലുന്നിരിക്കും. ഭൂമിയെ അവകാശമാക്കി ജീവിക്കാനുള്ള ഭാഗ്യം കിട്ടിയെന്ന് വരത്തില്ല. കയ്യിലിരിപ്പ് പോലിരിക്കും ചില ആളുകളുടെ സ്വഭാവം. അങ്ങനെ ഇവിടെ എന്താണ് പറയുന്നത്? സൗമ്യതയെക്കുറിച്ച് വളരെ വ്യത്യസ്തമായ ദർശനമാണ് പറയുന്നത്. മോശ ഒറ്റയടിക്ക് ഒരുത്തനെ തകർത്ത് കളഞ്ഞവനാണ്. എന്നാൽ മോശയെക്കുറിച്ച് പിന്നെ വേദപുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ഭൂമിയിൽ വെച്ച് ഏറ്റവും സൗമ്യനായ മനുഷ്യനായിരുന്നു മോശ. ജീവിത അനുഭവങ്ങളാണ് മോശയെ അങ്ങനെ സൗമ്യതയുടെ അനുഭവങ്ങളിൽ കൊണ്ടെത്തിച്ചത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. അച്ചടക്കം എന്ന് പറഞ്ഞാൽ അച്ചിലമരുന്നതിനെയാണ് അച്ചടക്കം എന്ന് പറയുന്നത്. അച്ചപ്പം ഉണ്ടാക്കണേ അച്ചുണ്ടല്ലേ, അങ്ങനെ പല അച്ചുകൾ നമുക്കറിയാം. അച്ചിലമരുന്നതിനെയാണ് അച്ചടക്കം എന്ന് പറയുന്നത്. സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ഭൂമിയെ അവകാശമാക്കി. സൗമ്യത എന്ന് പറഞ്ഞാൽ ഒരു നിർഗുണനായിട്ട് ജീവിക്കുന്നതല്ല.
പമ്മി ഇരിക്കുന്നതുമല്ല സൗമ്യത എന്ന് പറയുന്നത്. സൗമ്യക്കായ ദർശനമുള്ളതിനെയാണ് സൗമ്യത എന്ന് പറയുന്നത്. അവൻ പാവമെന്ന് പറഞ്ഞാൽ ആർക്കും ഗുണമില്ലാതെ ജീവിക്കുന്ന ഒരുത്തിനെക്കുറിച്ച് നമ്മൾ ചിലപ്പം പറയും, അല്ലേ? അങ്ങനെയൊന്നും ജീവിക്കണ്ട. നമ്മൾ മറ്റുള്ളവർക്ക് പ്രയോജനമുള്ളവരായിട്ട് ജീവിക്കുവാൻ തക്കവണ്ണം സാധിക്കണം. എല്ലാറ്റിനെയും സമമായി കാണുവാൻ ദർശനമുള്ള, അന്തർലാവണ്യമുള്ള, അകത്ത് മനോഹാരിത പുറത്തതിനേക്കാൾ ഉള്ള ആളിനെയാണ് സൗമ്യതയുള്ള ആളെന്ന് നമുക്ക് പറയുവാൻ സാധിക്കും. നമ്മൾ പിള്ളേർക്ക് പേരൊക്കെ ഇടും, സൗമ്യ. അല്ല, ഭയങ്കര സൗമ്യതയാണ്, അല്ലേ? ചില സമയത്ത് സൗമ്യത വലിയൊരു ദർശനത്തെയാണ് ജീവിതത്തിൽ കൊടുക്കുന്നത്. ഈ സൗമ്യതയുടെ ദർശനമുള്ളവരാണ് ഭൂമിയെ അവകാശമാക്കുന്ന അനുഭവത്തെക്കുറിച്ച് പറയുവാൻ തക്കവണ്ണം ശ്രമിക്കുന്നത്. അടുത്തതിനാണ് പറയുന്നത്, നീതിക്ക് വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് എന്താ കിട്ടും? അവർക്ക് തൃപ്തി വരും. നീതിക്ക് വിശക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് സംതൃപ്തി ലഭിക്കും. ഇന്ന് നമുക്കൊന്നിനും തൃപ്തിയില്ല. ഭക്ഷണം കഴിച്ചാലും തൃപ്തിയില്ല, വസ്ത്രമിട്ടാലും തൃപ്തിയില്ല, നമ്മൾ താമസിക്കുന്ന വീടാണേലും നമുക്ക് തൃപ്തിയില്ല, നമ്മൾ ഓടിക്കുന്ന വണ്ടിയാണേലും നമുക്ക് തൃപ്തിയില്ല. ഒന്നും ഒരു സംതൃപ്തിയില്ലാതെ ജീവിക്കുന്ന കാലഘട്ടത്തെക്കുറിച്ചാണ് ഇവിടെ പറയുവാൻ ശ്രമിക്കുന്നത്. എന്നാൽ ഇവിടെ പറയുന്നു, മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ, നിങ്ങൾക്ക് സംതൃപ്തിയുടെ അനുഭവം ഉണ്ടാകും. നീതിക്ക് വേണ്ടി ഈ നാളുകളിൽ നമ്മൾ വിശന്ന് ദാഹിക്കണം. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ലിബറേഷൻ തിയോളജിയിൽ ഒരു തിയോളജിൻ പറയുന്നുണ്ട്, ഞാൻ പാപങ്ങൾക്ക് അപ്പം കൊടുത്തപ്പോൾ അവരെന്നെ വിശുദ്ധൻ എന്ന് വിളിച്ചു, എന്നാൽ ഇവർ എന്തുകൊണ്ട് ഇങ്ങനെയായി എന്ന് ഞാൻ ചോദിച്ചപ്പോൾ അവർ എന്നെ കമ്മ്യൂണിസ്റ്റ് എന്ന് വിളിച്ചു. നമുക്ക് ഈ നാളുകളിൽ നീതിക്ക് വേണ്ടിയൊക്കെ നിൽക്കുവാൻ സാധിക്കുന്നുണ്ടോ? നമ്മുടെയൊക്കെ സമൂഹത്തിൽ എന്തെല്ലാം അനീതികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ്. എവിടെയെങ്കിലും നമുക്ക് നീതിക്ക് വേണ്ടി ഈ നാളുകളിൽ നിൽക്കുവാനും പ്രവർത്തിക്കുവാനും ഒക്കെ സാധിക്കുന്നുണ്ടോ? എല്ലാം ന്യായീകരിച്ചുകൊണ്ട് നടക്കുകയാണ്. പാർട്ടിക്കാരെല്ലാം അവരുടെ പാർട്ടിയുടെ നേതാക്കന്മാർ ചെയ്യുന്ന ഏത് മോശപ്പെട്ട കാര്യത്തെയും വൈകിട്ട് ചാനലിൽ വന്നിരുന്ന് നീതീകരിക്കുന്ന പരിപാടിയല്ലാതെ ഒരു നീതിയും നമ്മൾ കാണുന്നില്ല. കേരളത്തിലെ ജനങ്ങളൊന്നും യാതൊരു വിവേകവും ബോധവുമില്ലാത്തവരാണ് എന്നുള്ളതാണ് നമ്മുടെ നാട്ടിലെ ചില നേതാക്കന്മാരുടെയൊക്കെ ചിന്തയെന്ന് പറയുന്നത്. എന്തോ ന്യായീകരണമാണ്, അല്ലേ? വളരെ സിമ്പിളായിട്ട് നമുക്കറിയാം ചെയ്തത് തെറ്റ് തന്നെയാണ്. എന്നാൽ ഇത് ഈ വീണടത്ത് കിടന്ന് ഉരുണ്ട് അതിനെ ന്യായീകരിക്കുന്ന അനുഭവങ്ങളാണ് പലയിടങ്ങളിലും ഒക്കെ നമ്മൾ ഈ നാളുകളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. യേശുവിൻ്റെ നീതി എന്താണ്? ദൈവത്തിൻ്റെ നീതി വ്യത്യസ്തമാണ്. നമ്മുടെ ശരികളല്ല ദൈവത്തിൻ്റെ ശരികൾ. ദൈവത്തിൻ്റെ നീതി വളരെ വ്യത്യസ്തമായ അനുഭവമാണ്, അല്ലേ? അതുകൊണ്ടാണ് പറയുന്നത്, ഈ നാട്ടിൽ ഈ പരീശന്മാർ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതിനേക്കാളും മുമ്പിൽ ചുങ്കക്കാരും പാപികളും മോശപ്പെട്ട ജീവിതം നയിക്കുന്ന പാപിനികളായ സ്ത്രീകളും ഒക്കെ സ്വർഗരാജ്യത്തിൽ ആദ്യം പ്രവേശിക്കുമെന്ന് കർത്താവ് പറയുന്നത് കർത്താവിൻ്റെ നീതിയുടെ മാനദണ്ഡം വേറെ വ്യത്യസ്തപ്പെട്ടിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇവിടെ പറയുവാൻ തക്കവണ്ണം ശ്രമിക്കുന്നത്. അടുത്തതിനാണ് പറയുന്നത്, കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് എന്നാ കിട്ടും? കരുണ കിട്ടും. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ. കരുണ കൊടുത്താലേ കരുണ കിട്ടത്തുള്ളൂ. സ്നേഹം കൊടുത്താലേ സ്നേഹം കിട്ടും. നമ്മളെല്ലാവരും സ്നേഹിക്കണം, നമുക്ക് വലിയ ആഗ്രഹം. പക്ഷെ നമ്മൾ ആരെങ്കിലുമൊക്കെ ഈ നാളുകളിൽ സ്നേഹിപ്പാൻ തക്കവണ്ണം നമ്മൾ ശ്രമിക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ചോദിക്കേണ്ട കാര്യമാണ്. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. കർത്താവ് സുവിശേഷത്തിൽ പറയുന്ന 6 ചോദ്യങ്ങളുടെ ഉത്തരമാണ് ജീവിതം. നമ്മുടെ ഫൈനൽ എക്സാം പരീക്ഷ അതാണ്. ഇന്ന് ഫൈനൽ ഡേ ആണ് 2023. കർത്താവ് പറയുന്നത്, എനിക്ക് വിശന്നു, നിങ്ങൾ വല്ലതും തന്നോ? എനിക്ക് ദാഹിച്ചു, നിങ്ങൾ കുടിപ്പാൻ വല്ലതും തന്നോ? ഞാൻ നഗ്നനായിരുന്നു, എന്നെ നിങ്ങൾ ഉടുപ്പിച്ചോ? ഞാൻ കാരാഗ്രഹത്തിലായിരുന്നു, എന്നെ കാണാൻ വന്നോ? ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചോ? ഈ ചോദ്യങ്ങളുടെ ഉത്തരം കൃത്യമായിട്ട് ജീവിതം കൊണ്ട് എഴുതുന്ന ആളുകൾക്ക് സ്വർഗരാജ്യത്തിൽ പ്രവേശനമുള്ളൂ. അത് വളരെ വ്യക്തമായിട്ടാണ് കർത്താവ് ഇവിടെ പറയുന്നത്. കരുണ കാണിച്ചോ മറ്റുള്ളവരുടെ ആവശ്യങ്ങളുടെ മുമ്പിൽ, അല്ലേ? നമ്മുടെ ഈ നാളുകളിൽ കുറഞ്ഞു പോകുന്ന ഒരു കാര്യം അത് തന്നെയാണ്. കരുണയില്ലാത്തവരായിട്ട് നമ്മുടെ ജീവിതത്തിൽ മാറുന്നു എന്നുള്ളതാണ് സങ്കടകരമായ കാര്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ നാളുകളിൽ കരുണ കാണിക്കുവാൻ തക്കവണ്ണം നമുക്ക് സാധ്യമായിട്ട് തീരണം. വചനത്തിൽ 6 എന്നാ പറയുന്നത്? ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ. ആരെ കാണുവർ? എന്നാ ഈ നാളുകളിൽ ദൈവത്തെ കാണാതെ പോകുന്നത്? ഹൃദയശുദ്ധിയില്ല. ആ നാളുകളിൽ ഹൃദയശുദ്ധി ഉണ്ടായിരുന്ന ആട്ടിടയന്മാരായതുകൊണ്ടാണ് ക്രിസ്മസിൻ്റെ നാളുകളിൽ ദൈവത്തിൻ്റെ വെളിപ്പെടുത്തൽ ആ പാവപ്പെട്ട നിരക്ഷരായ ആളുകൾ, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ യാതൊരു സംസ്കാരമില്ലാത്ത ആളുകൾ, അവരോട് ദൈവം പറയുകയാണ്, ബേത്ലഹേമിൽ ക്രിസ്തു ജനിച്ചിരിക്കുന്നു. വലിയ സന്തോഷമാണ്, മഹാസന്തോഷമാണ്. കാരണം ഹൃദയശുദ്ധിയുള്ള ആളുകളാണ്. നമ്മുടെ കൂടെയുള്ള ക്രൂക്കഡ്നെസ്, നേരെ പോകുമെന്നുള്ള ചിന്തകളൊക്കെ ഇന്ന് നമുക്ക് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്.
നിരന്തരമായ പ്രാർത്ഥന കൊണ്ടും ധ്യാനം കൊണ്ടും നമ്മുടെ ഹൃദയത്തിനെ ഒന്ന് ശുദ്ധീകരിക്കുകയാണ്, വിമലീകരിക്കുകയാണ്. മനഃശുദ്ധിയും ആത്മശുദ്ധിയും ഈ നാളുകളിൽ നമുക്ക് ആവശ്യമാണ് എന്നുള്ളതാണ് നമ്മുടെ ചിന്തയെന്ന് പറയുന്നത്. എല്ലാ ലാഭത്തിൻ്റെ കണ്ണിൽ നമ്മൾ കാണുവാൻ ശ്രമിക്കരുത്. ഹൃദയശുദ്ധി നഷ്ടപ്പെടുത്തി കളയുന്ന അനുഭവമാണ്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഈ നല്ല ചിന്തകൾ ഉണ്ടാകണം. മനസ്സെന്ന് പറയുന്ന ആനയെ മെരുക്കണമെന്നുണ്ടെങ്കിൽ നല്ല പ്രാർത്ഥനാ ജീവിതം ഉണ്ടെങ്കിലേ സാധ്യമായി തീരുകയുള്ളൂ. പണ്ട് നമുക്ക് 7 പ്രാർത്ഥനകളാണ്, യാമപ്രാർത്ഥനകളാണ് ഉള്ളത്. ജീവിതത്തെ നിയന്ത്രിക്കണമെങ്കിൽ ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമായിട്ടാണ് ഇവിടെ പറയുന്നത്. അകത്തെ മാലിന്യം പോകുമ്പോൾ നമ്മൾ ഹൃദയശുദ്ധിയുള്ളവരായിട്ട് മാറും, ദൈവിക ഭാവത്തിലേക്ക് മാറും എന്നുള്ളതാണ് ഇവിടെ നമ്മളിവിടെ പറയുവാൻ തക്കവണ്ണം ശ്രമിക്കുന്നത്. അതുകൊണ്ട് ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. ക്രിസ്മസിൽ പലരും ദൈവത്തെ കണ്ടു, കാരണം അവർ നന്മയുള്ള ആളുകളായിരുന്നു ഉള്ളതുകൊണ്ട് തന്നെയാണ് അവർക്ക് ദൈവത്തെ കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നത്. 7 പറയുന്നത്, സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിൻ്റെ പുത്രന്മാർ അല്ലെങ്കിൽ പുത്രിമാർ എന്ന് വിളിക്കപ്പെടും. പീസ് മേക്കേഴ്സ് ഈ കാലഘട്ടത്തിൻ്റെ വലിയ പ്രശ്നമാണ് അല്ലേ. ഇപ്പോൾ പീസ് മൂവ്മെൻറ്റ്സുകളുണ്ട് അല്ലേ. സമാധാനത്തിന് വേണ്ടി യുദ്ധം നടക്കുമ്പോൾ സമാധാനത്തിന് വേണ്ടിയുള്ള പ്രസ്ഥാനങ്ങളുണ്ടാകും, സമാധാനത്തിൻ്റെ റാലികളുണ്ടാകും. ഇപ്പോൾ ഇസ്രായേൽ പലസ്തീൻ യുദ്ധം നടക്കുന്നു, മറ്റു പല കലഹങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. കുടുംബങ്ങൾക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അനുരഞ്ജനത്തിന് മേശകൾ ഒരുക്കി നമ്മൾ തുറന്ന് കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ പരിഹരിക്കാൻ പറ്റാത്ത പല പ്രശ്നങ്ങളും പരിഹരിച്ച് സമാധാനം ഉണ്ടാകും. അതുകൊണ്ട് നമ്മൾ സമാധാനത്തിൻ്റെ മക്കളാണ്, കലക്കത്തിൻ്റെ മക്കളല്ല എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ചെറിയ കാര്യങ്ങൾ മതി സമാധാനം പോവുക. ഒരു പശു മതി രാജ്യത്തിൻ്റെ സമാധാനം പോവുക. ഒരു പന്നി മതി രാജ്യത്തിൻ്റെ ഈ നാളുകളിൽ നമ്മൾ കണ്ടതാണ് അല്ലേ. പശുവിനെ കൊണ്ട് പോയതിനെയൊക്കെ തല്ലിക്കൊന്നു, പന്നി ഇറങ്ങിക്കഴിഞ്ഞാൽ അത് വേറെ വിഷയമാണ്. മതങ്ങൾ തമ്മിലുള്ള ഐക്യവും സമാധാനവും ഒക്കെ നഷ്ടപ്പെടുത്തി കളയുന്ന അനുഭവം. അതുകൊണ്ട് സമാധാനം നഷ്ടപ്പെടുവാൻ തക്കവണ്ണം ചെറിയ ചെറിയ കാര്യങ്ങൾ വലിയ ആളിക്കത്തുന്ന തീയുടെ അനുഭവത്തിലേക്ക് മാറുന്നു എന്നുള്ളതാണ് പലയിടങ്ങളിലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ നാളുകളിൽ അനുരഞ്ജനത്തിൻ്റെ അനുഭവമുള്ള മക്കളായിട്ട് തീരണം. കിസ് ഓഫ് പീസ് നമുക്ക് കയ്യൂശ്ശേരി നമ്മൾ കൊടുക്കും, അനുരഞ്ജനത്തിൻ്റെ അനുഭവം അല്ലേ. ഈ നാളുകളിൽ സമാധാനത്തിൻ്റെ വാഹകരായി തീരുവാൻ. ഈ നാളുകളിൽ ഒത്തിരി വഴക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നു അല്ലേ. കുടുംബങ്ങൾ തമ്മിൽ, സഭകൾ തമ്മിൽ, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ തമ്മിൽ അല്ലേ, എല്ലാം ഒക്കെ വഴക്കിൻ്റെ അനുഭവങ്ങൾ. എന്നാൽ സമാധാനമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാൻ, അവരാണ് ദൈവത്തിൻ്റെ പുത്രന്മാർ പുത്രിമാർ. നമ്മൾ സേവ്യാ സംഘ അംഗമായിരിക്കാം, ഇടവമിഷൻ്റെ അംഗമായിരിക്കാം, സൺഡേ സ്കൂൾ പഠിക്കുന്നുണ്ടായിരിക്കാം. എന്നാൽ ദൈവത്തിൻ്റെ പുത്രനോ പുത്രിയോ ആയി തീരണമെങ്കിൽ വചനം പറയുകയാണ്, സമാധാനം ഉണ്ടാക്കുന്നവർ അവരാണ് ദൈവത്തിൻ്റെ പുത്രന്മാർ. ഗാന്ധിജിയുടെ ജീവിതത്തെ ഏറ്റവും സ്വാധീനിച്ച വിശുദ്ധ വേദപുസ്തകത്തിലെ ഭാഗങ്ങളാണ് ഞാനിപ്പോൾ വായിച്ചത്. അദ്ദേഹത്തിൻ്റെ അഹിംസാ സിദ്ധാന്തത്തിനും ഗാന്ധിയൻ പ്രത്യയ ശാസ്ത്രത്തിനും അടിസ്ഥാന ശില രൂപപ്പെടുത്തിയത് ഗിരിപ്രഭാഷണത്തിൽ കർത്താവ് പറഞ്ഞ ഈ അഷ്ടവാക്യങ്ങളാണ് എന്നുള്ളതാണ്. ഇത് അനേകരെ സ്വാധീനിച്ചിട്ടുണ്ട്. മാർട്ടിൻ ലൂതർ കിങ് പോലെയുള്ള അനേക ശ്രേഷ്ഠനായിരിക്കുന്ന ആളുകൾ രാജ്യത്തിൻ്റെ സമാധാനത്തിന് വേണ്ടി ഈ വലിയ പ്രത്യയ ശാസ്ത്രങ്ങളെ രൂപപ്പെടുത്തുന്നതിന് ഇത് മുഖാന്തരമായി തീർന്നു എന്നുള്ളതാണ് ഈ ഭാഗം നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന കാര്യമെന്ന് പറയുന്നത്. അവസാനം നമ്മൾ വായിക്കുന്നു, നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്ക്. നീതിക്ക് വേണ്ടി തലപോയ അനേക ആളുകളാണ് അല്ലേ. ഗാന്ധിജി വെടിയേറ്റ് മരിച്ചു, എബ്രഹാം ലിങ്കൻ വെടിയേറ്റ് മരിച്ചു, യോഹന്നാൻ സ്നാപകന്റെ തല നീതിക്ക് വേണ്ടി നിന്നതിൻ്റെ പേരിൽ താലത്തിൽ കൊണ്ട് കൊടുക്കുകയാണ് രാജകൊട്ടാരത്തിൽ, രാജാവിന് പ്രിയപ്പെട്ട ആൾക്കാർക്ക് വേണ്ടി. നമ്മുടെ ലോകത്തിൻ്റെ ചരിത്രം ഒന്ന് എടുത്തു നോക്കിയാൽ നീതിക്ക് വേണ്ടി നിന്നതിന് വേണ്ടി കൊല്ലപ്പെട്ട ഒരുപാടാണ്. ആഫ്രിക്കയിൽ ബിഷപ്പായിരുന്ന അദ്ദേഹം അവിടുത്തെ ജനങ്ങളുടെ മനുഷ്യാവകാശങ്ങൾക്ക് വേണ്ടി നിന്ന, അതുകൊണ്ട് ഭരണകൂടത്തിന് അദ്ദേഹം വലിയ പേടിസ്വപ്നമായി മാറി. അദ്ദേഹത്തിനെ പല പ്രാവശ്യം അപായപ്പെടുത്തുവാൻ ശ്രമിച്ച് കിട്ടാതെ വന്നപ്പോൾ ഒരു ദിവസം ഈ മദ്ബയിൽ വിശുദ്ധ കുർബാന അദ്ദേഹത്തിൻ്റെ ദേവാലയത്തിൽ അർപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ വളരെ ഭീകരന്മാരായിരിക്കുന്ന ആളുകൾ വന്ന് അപ്പവീഞ്ഞുകൾ എഴുന്നള്ളിപ്പിച്ചുകൊണ്ട് ബിഷപ്പ് വരുമ്പോൾ ഈ മധുവായിലിട്ട് ബിഷപ്പിനെ വെടിവെച്ചു വന്നു. അദ്ദേഹം ജനങ്ങളുടെ നീതിയുടെ ആവശ്യത്തിന് വേണ്ടി നിന്നതുകൊണ്ട് ഉപദ്രവിക്കപ്പെടുന്ന അനുഭവമാണ്. ആത്മത്യാഗത്തിലുള്ള ജീവിതമാണ് ഏറ്റവും ആനന്ദം നൽകുന്നത്. നമ്മൾ ഈ നാളുകളിലൊന്നും നമ്മളെ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും, നമുക്കൊത്തിരി സ്വരുക്കൂട്ടിയതിനേക്കാളും സന്തോഷം നമ്മൾ ആർക്കെങ്കിലും ഒരു നല്ല കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയ ആനന്ദം, അതാണ് ഏറ്റവും വലിയ സന്തോഷം. ഒരു പൊതിച്ചോറെ കൊടുത്തുള്ളെങ്കിൽ, ഈ ക്രിസ്മസിന് ഒരു കഷണം കേക്കേ കൊടുത്തുള്ളെങ്കിൽ, അല്ലെങ്കിൽ ഒരു ജോഡി ഡ്രസ്സ് എടുത്ത് കൊടുത്തെങ്കിൽ, എന്തെങ്കിലും നല്ല കാര്യം ചെയ്തെങ്കിൽ അത് മനസ്സിനൊരു സംതൃപ്തിയാണ്. അത് ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിന് സൗഖ്യം കൂടുമെന്നാണ് പറയുന്നത്. ഇതൊന്നും ചെയ്യാതെ ക്രിസ്മസിന് 5-6 കിലോ കേക്കും തിന്ന്, ഉള്ള കോഴിയെ ആടിനെ മുഴുവൻ തിന്ന്, ഒരു പങ്കുവെക്കലുമില്ലാതെ നമ്മൾ ജീവിക്കുമ്പോൾ
എന്നോ സന്തോഷമാണ് ഈ നാളുകളിൽ. ആനന്ദൻ എന്നാണ് ഭാരതീയ പാരമ്പര്യം അനുസരിച്ച് ദൈവത്തെ വിളിക്കുന്നത്. ആനന്ദൻ. ചില സ്വാമിയാരുടെ പേരൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം. ക്രിസ്മസിൽ കിടക്കുന്ന കുഞ്ഞ് ചിരിച്ചുകൊണ്ടിങ്ങനെ കിടക്കുകയാണ് അല്ലേ. കുഞ്ഞുങ്ങളുടെ ചിരി കാണാൻ നല്ല രസമാണ്, നമുക്ക് വലിയ സന്തോഷമാണ് അത് കാണുന്നത് അല്ലേ. ദൈവം എന്ന് പറഞ്ഞാൽ ആനന്ദമാണ്. പക്ഷേ ഈ ആനന്ദം നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറത്തെ തലത്തിലാണ് നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഹബക്കൂക്ക് പ്രവചനത്തിലൊക്കെ നമ്മൾ വായിക്കുന്നത് പോലെ, ഗോശാലയിൽ പശുവില്ലെങ്കിലും, മുന്തിരിവള്ളി തളിർത്തില്ല എങ്കിലും, അത്തിവർഷം പൂത്തില്ല എങ്കിലും, ഈ വർഷം എനിക്ക് എൻ്റെ റബ്ബർ എസ്റ്റേറ്റിൽ ഞാൻ പ്രതീക്ഷിക്കുന്ന വിളവ് എനിക്ക് തന്നില്ല എങ്കിലും, എനിക്ക് റംബുത്താൻ കഴിഞ്ഞ പ്രാവശ്യം 50 കിലോ കിട്ടി, ഈ പ്രാവശ്യം 35 ഉള്ളു എങ്കിലും ഞാൻ കർത്താവിൽ ആനന്ദിക്കും. പറയാൻ പറ്റുമോ? പറയാൻ പറ്റുമോ? പ്രവാചകൻ പറഞ്ഞതൊക്കെ ചുമ്മാ നമ്മൾ കോട്ട് ചെയ്യാൻ നല്ല രസമാണ്. ഇതിച്ചിടെ ഭീകരമായ ആനന്ദമാണ്. ഒന്നുമില്ലെങ്കിലും ഞാൻ എൻ്റെ ദൈവത്തിന് മഹത്വം കൊടുക്കും. ഇത് വലിയ ദൈവദാസന്മാർ ജീവിതം കൊണ്ട് പറഞ്ഞതാണ്. പ്രിയമുള്ളവരെ, നമുക്കൊക്കെ ഈ മേഖലയിൽ നിൽക്കണമെന്നുണ്ടെങ്കിൽ അപാരമായ വിശ്വാസത്തിൻ്റെ ആഴവും ഉറപ്പും ഉണ്ടെങ്കിൽ മാത്രമേ സാധ്യമായി തീരുകയുള്ളൂ. ഇത് കർത്താവ് പറഞ്ഞ ഈ ശ്രേഷ്ഠമായ വചനങ്ങൾ ഇന്ന് ലോകത്തിൻ്റെ ചരിത്രത്തിൽ സഭാവ്യത്യാസമില്ലാതെ, മതവ്യത്യാസമില്ലാതെ ഏവരും വായിക്കുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്ന വളരെ ശ്രേഷ്ഠമായ അഷ്ടഭാഗ്യങ്ങളുടെ ശ്രേഷ്ഠമായ ഭാഗ്യവചനങ്ങളാണ് നമ്മൾ വായിച്ചു കേട്ടത്. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ആശ്വാസം ലഭിക്കും. സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ഭൂമിയെ അവകാശമാക്കും. നീതിക്ക് വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് തൃപ്തി വരും. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിൻ്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും. നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ. സ്വർഗരാജ്യം, സ്വർഗം രക്തസാക്ഷികളാണ്. അവരാണ് നീതി നിമിത്തം. അവർ ചെല്ലുമ്പോൾ സ്വർഗത്തിലെ തമ്പുരാൻ എഴുന്നേറ്റ് നിന്ന് സ്വീകരിക്കുമെന്നാണ് പറയുന്നത്. ഒരു പ്രധാനപ്പെട്ട അതിഥി നമ്മുടെ മുമ്പിൽ വന്നാൽ നമ്മളവരെ എഴുന്നേറ്റ് നിന്ന് സ്വീകരിക്കാറേ ഉള്ളൂ അല്ലേ. എന്നാൽ രക്തസാക്ഷികളായവർ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ തമ്പുരാൻ തൻ്റെ സിംഹാസനത്തിൽ നിന്ന് എഴുന്നേറ്റ് തൻ്റെ മക്കളെ സ്വീകരിക്കുമെന്നുള്ളതാണ് വെളിപാട് പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നത്. കാരണം അവർ നീതിക്ക് വേണ്ടി തകർന്നും നുറുകിയും പോയ ആളുകളാണ്. നമ്മുടെ കർത്താവും കുരിശെടുത്തത് നീതിക്ക് വേണ്ടിയാണ്. പ്രിയമുള്ളവരെ, ഈ നാളുകളിൽ ഈ വചനങ്ങളിൽ, ഈ ഭാഗ്യവചനങ്ങൾ അടിസ്ഥാനപ്പെട്ട് ആത്മാവിൻ്റെ അനുഗ്രഹമുള്ളവരായിട്ട് ജീവിച്ച് പുതിയ വർഷത്തിലേക്ക് പ്രവേശിപ്പാൻ തക്കവണ്ണം നിങ്ങളെല്ലാവർക്കും സാധിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടെ എൻ്റെ വാക്കുകളെ ഞാൻ അവസാനിപ്പിക്കട്ടെ. കേട്ട തിരുവചനങ്ങളെ ഓർത്ത് ഏൽപ്പിച്ച ആളിന് പ്രാർത്ഥിക്കും.